കൊൽക്കത്തയിൽ നിന്നുള്ള വാർത്തയാണ്. കാരണം വിവിധ ഇടങ്ങളിൽ അവിടെ ഇ.ഡി. പരിശോധന നടക്കുന്നു. ആർ.ജി.കർ മെഡിക്കൽ കോളേജിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയിലാണ് ഇ.ഡി. ഇപ്പോൾ ഉള്ളത്. മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലാണ് പ്രധാനമായും പരിശോധന. എസ് നന്ദഗോപനാണ് വീണ്ടും ഈ വാർത്തയുടെ വിവരങ്ങൾ കൂടി നൽകാനായി ചേരുന്നത്. നന്ദൻ, പരിശോധന ഇപ്പോൾ തുടരുകയാണോ? കൊൽക്കത്ത ആർ.ജെ.കർ ആശുപത്രി മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. സന്ദീപ് ഘോഷിന്റെ ചില സുഹൃത്തുക്കളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും പരിശോധന നീളുന്നു. മാത്രമല്ല, സന്ദീപ് ഘോഷിന്റെ മറ്റ് ബന്ധുക്കളുടെ വീടുകളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നുണ്ട്. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് പല റെയ്ഡുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിരുന്നു. കൽക്കട്ടയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരുന്നു. ഇപ്പോൾ ഇത് ഈ ആർ.ജെ.കർ ആശുപത്രിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിൽ ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് സന്ദീപ് ഘോഷ്. അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ നിലനിൽക്കുന്നു. ഈ വലിയ രീതിയിൽ കള്ളപ്പണം എത്തുകയും അത് വെളുപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം ചില ശ്രമങ്ങൾ നടത്തുകയും അത് അങ്ങനെ കള്ളപ്പണം വെളുപ്പിച്ച് അദ്ദേഹം മറ്റ് വസ്തുവകളടക്കം സമ്പാദിച്ചു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് നിലനിൽക്കുന്നത്. ഇതെല്ലാം തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിച്ചു വരുന്നത്. അതേസമയം കൊൽക്കട്ടയിലെ ജൂനിയർ ഡോക്ടറുടെ ഈ ഒരു മരണത്തിൽ ഇപ്പോൾ മറ്റു ഡോക്ടർമാരുടെ സമരം തുടരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്.